200 ரூபாய் 210 220 230 230 ஊர் ரொம்ப நான் கேட்கல 230 220 260 40 250 ஊர் ரொம்ப 400 500 வெட்டி தள்ளி ഹലോ, ഇന്ന് ടെക് ഫോക്കസ് ഉള്ളത് വടശ്ശേരിയിലുള്ള അപ്ത മാർക്കറ്റിലാണ്. ഈ അപ്ത മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും തെക്കേ അറ്റത്താണ് ഈ മാർക്കറ്റ് ഉള്ളത്. അഥവാ കന്യാകുമാരിയോട് ചേർന്ന് ഉള്ള ഒരു മാർക്കറ്റ് കൂടിയാണ് ഈ വടശ്ശേരിയിലുള്ള അപ്ത മാർക്കറ്റ്. അഥവാ പച്ചക്കറിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ പൊങ്കലുമായി ബന്ധപ്പെട്ടിട്ട് ഈ മാർക്കറ്റ് വളരെയധികം സജീവമാണ്. രണ്ട് വശങ്ങളിൽ മഞ്ഞൾ, അതുപോലെ പൊങ്കൽ കിഴങ്ങ്, പൊങ്കൽ പൂ, പൊങ്കൽ പൊടി, കരിമ്പ് ഇത്തരം വ്യാപാരവുമായി അപ്ത മാർക്കറ്റ് വളരെ സജീവമായിരിക്കുകയാണ്. അപ്പം നമുക്ക് പോകാം മാർക്കറ്റിന്റെ ഉള്ളിലെ വിശേഷങ്ങളിലേക്ക്. ഇത് മഞ്ഞളാണ് കേട്ടോ. ഇത് എങ്ങനെയായിരുന്നു വരുന്നത്? തെങ്കാശിയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഈ അപ്ത മാർക്കറ്റിൽ ഈ പ്രദേശത്ത് പൊങ്കൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആണ്. എന്താ വില ഈ പീസ്? 40 രൂപ ഒരു പീസിക്ക്. ഇത് പ്യൂർ മഞ്ഞൾ തന്നെയാണ് കേട്ടോ. കട്ട് പണിട്ടാ പ്രശ്നമല്ലേ? ഇതാ ഒറിജിനൽ മഞ്ഞൾ കേട്ടോ, നല്ല പ്യൂർ മഞ്ഞൾ. ഇത് നമ്മളവിടെയൊന്നും കാണാനില്ല. കേരളത്തിൽ ഈ സാധനം ഇപ്പോൾ പൊടി മാത്രമേ വരുന്നുള്ളൂ, മഞ്ഞളൊന്നും കാണാനില്ല. കാരണം വന്യമൃഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ മഞ്ഞളൊന്നും നമുക്ക് കൃഷിയെ കാണാനില്ല. അവിടെയൊന്നും മഞ്ഞൾ വളരെയധികം ഉണ്ട്. ഇവർ വരുന്നത് തൂത്തുക്കുടി, തിരുനെൽവേലി, അതുപോലെ തെങ്കാശി, കുറ്റാലം ആ ഏരിയയിൽ നിന്നൊക്കെയാണ് ഇവർ ഇവിടെ കച്ചവടത്തിന് വന്ന്. എത്ര നാളേക്ക് ഇവിടെ ഉണ്ടാവും? 4 ദിവസം. പൊങ്കലുമായി ബന്ധപ്പെട്ട് 4 ദിവസം ഇവിടെ കച്ചവടം ഉണ്ടാവും. ഇത് പൊങ്കലിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു പൂവാണ് കേട്ടോ. ഇത് പൊങ്കപ്പൂ എന്നാണ് പറയുന്നത്. ഇവരെല്ലാം തന്നെ ഇവിടെ നിന്നും വന്നവരല്ല, ഇവിടെ ഉള്ളവരല്ല. ഇവർ വെളിയിൽ നിന്ന് വന്ന് ഇവിടെ ഈ സീസൺ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഇതൊരു പൂവിന് 30 രൂപയാണ് ഇവർ പറയുന്ന വില. പിന്നെ അവിടെ അകത്തോട്ട് അവർ തന്നെ ഇതിന്റെ പൊങ്കലുമായി ബന്ധപ്പെട്ടൊരു കോലം വരയ്ക്കുന്നതിനുള്ള പൊടി മിക്സ് ചെയ്യുന്നുണ്ട്. ആ മിക്സ് ചെയ്തത് ഇവിടെ വെച്ചേക്കുന്നത്. ഒരു കപ്പക്ക് 10 രൂപ, 5 രൂപ ഒരു കപ്പക്ക്. ഒരു കപ്പിന് 5 രൂപ അപ്പുറത്ത് വെച്ചപ്പോൾ ഒരു കപ്പിന് 10 രൂപ വരുന്നു. അങ്ങനെ പല പല വിലയിൽ കയറുന്ന വഴിയിൽ തന്നെ അവർ കച്ചവടം ചെയ്യുന്നുണ്ട്. മഞ്ഞള് 500 രൂപ ഇല്ലയാ? ഈ ഒരു കെട്ട് മഞ്ഞൾ 500 രൂപ. ഇവരും തൂത്തുക്കുടി, തിരുനെൽവേലി ഭാഗത്തുള്ളവർ തന്നെയാണ്. ഇതൊക്കെ സീസണ് വേണ്ടി എவ்வளவு നാളെ இந்த ഇടയ്ക്ക് സ്റ്റേ பண்ணும்? 6 മാസം. 6 മാസം. ഇങ്ങ എത്ര നാള്? എത്ര നാൾ? 3 നാൾ, 3 നാൾ. 3 നാളെ ഇവരുണ്ടാവുള്ളൂ. മറ്റൊരു 4 നാൾ കുറഞ്ഞു. ഇവർ 3 നാള് പൊങ്കൽ കച്ചവടം മട്ടും. ഇത് പൊങ്കൽ കച്ചവടത്തിന് വേണ്ടി മാത്രം വരുന്നതാണ്. ഇത് സാധാ മഞ്ഞൾ തന്നെയാണ്. ഒറിജിനൽ മഞ്ഞൾ തന്നെയാണ്. പക്ഷെ നമ്മൾ അപ്പുറത്ത് കണ്ടതിന് അത്ര സാധനമില്ല. പക്ഷെ കുറച്ച് വലിയ കെട്ടാണ്. ഈ ഒരു കെട്ടക്ക് പുള്ളി ഓടിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു കെട്ടക്ക് 500 പ്യൂർ മഞ്ഞൾ. നമ്മളവിടെ കിട്ടുന്ന ഇതിന്റെ പൊടിയൊക്കെയാണ് നമ്മളവിടെ വരുന്നത്. അതാണ് അതിന്റെ കളർ നല്ല കളറുണ്ട് കേട്ടോ മഞ്ഞൾ. നമ്മൾ ഈ വടശ്ശേരി മാർക്കറ്റിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഈ 2 ഭാഗത്തായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത്, നമ്മൾ ഇതുവഴിയാണ് കയറി വരുന്നത് വടശ്ശേരിയിലേക്ക്. ഈ പച്ചക്കറി മാർക്കറ്റിനകത്തേക്ക് വരുമ്പോൾ ഈ 2 സൈഡിലും ഒരുപാട് കടകളുണ്ട്. പക്ഷെ അതൊന്നും ഹോൾസെയിൽ കടകളല്ല, അതെല്ലാം റീറ്റെയിൽ ഷോപ്പുകളാണ്. അത്യാവശ്യം അവിടെ നിന്ന് നിങ്ങൾ വാങ്ങിയാൽ വില കൂടുതലായിരിക്കും. ഈ കാണുന്നതെല്ലാം ഉണ്ട്. ഓരോ സെക്ഷനാണ്. പലചരക്കടയുണ്ട്, പച്ചക്കറി കടയുണ്ട്, പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് കടകളുണ്ട്. ഇങ്ങനെ ഓരോ കടകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് ആ കാണുന്നത് ആർച്ചാണ്. അതിനകത്തുനിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന അവിടെ മുതൽ ഇങ്ങനെ അറ്റം വരെ എല്ലാ കടകളും ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ടാണ് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ പച്ചക്കറിയുടെ ഹോൾസെയിൽ മാർക്കറ്റ് നടക്കുന്നത്. പാർക്കിംഗ് ഇവിടേക്ക് സാധനം എടുക്കാൻ വരുന്നവർക്ക് വണ്ടി ഇവിടെ കൊണ്ട് ഒതുക്കിയിട്ട് ഇതിൻ്റെ തൊട്ട് ഇതുവഴിയും കയറാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ കൂടെ അവിടെ ഒരു വഴിയുണ്ട്. ആ സൈഡിൽ കൂടെ തന്നെ അകത്തോട്ട് കയറാം. അവിടെ ഒരു വഴിയുണ്ട്. പിന്നെ ലോഡ് എടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പുതുതായിട്ടൊക്കെ വരുന്ന ഒരു വണ്ടികൾ ഇവിടെ കൊണ്ട് ഒതുക്കാം. ഇവിടെ കൊണ്ട് ഒതുക്കിയിട്ട് ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഒതുക്കിയിട്ട് ഇതുവഴി അകത്ത് കയറാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ലോഡൊക്കെ എടുത്ത് തീർന്നതിന് ശേഷം വന്ന് വണ്ടി എടുത്ത് അപ്പുറത്തിട്ട് ലോഡ് കയറ്റിയാൽ മതി. വടശ്ശേരി മാർക്കറ്റിലുള്ള ഒരു തേങ്ങ ഷോപ്പാണ്. 35 രൂപയാണ് കേട്ടോ. ഇത് നമ്മൾ ഈ തൊപ്പി വരുന്ന തേങ്ങയാണ്. ഇത് തൊപ്പി ഇളക്കൂല അവർ. ഇത് തൊപ്പി ഇങ്ങനെ വരുന്ന തൊപ്പിയോടുകൂടി തന്നെയാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ ചെറുതുണ്ട്. ആ ചെറുത് എന്നാ വിലയാണ്? 32 രൂപ ചെറിയ തേങ്ങ വില. ഇത് 35 രൂപ ഒരു കിലോയ്ക്ക്. ഇതിവിടെ ലോക്കലിൽ നിന്ന് വരുന്ന തേങ്ങ തന്നെയാണ് കേട്ടോ. വെളിയിൽ നിന്ന് വരുന്നതല്ല, ഇവിടെ ലോക്കൽ പ്രദേശത്ത് നിന്ന് കിട്ടുന്ന തേങ്ങ തന്നെയാണിത്. ഇത് വടശ്ശേരി മാർക്കറ്റിന് അകം തന്നെയാണ്. ഇതിൻ്റെ ഒരു സൈഡാണ്, മാർക്കറ്റിൻ്റെ ഒരു സൈഡാണിത്. ഇതിൻ്റെ നീളം നോക്കിയാൽ എന്താ നീളം നോക്കിയാൽ നമ്മളെ കേരളത്തിലുള്ള അതേ രീതിയിലുള്ള പടവല അല്ലേ? ഒരു
1.5 മീറ്റർ വരും ഒരു പടവലത്തിന്റെ നീളം. പിന്നെ ഇത് പടവലം കേട്ടോ. ഈ കാണുന്നതെല്ലാം പടവലമാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി പടവലമാണ് കേട്ടോ. ഇത് കാർട്ടൂണിലാക്കിയിട്ടാണ് ഈ പടവലം വരുന്നത്. ഇതിൽ എക്സ്പോർട്ടിങ്ങിന് പോകാനുള്ളതുണ്ടാവും. അത് തിരഞ്ഞവർ മാറിയിട്ട് ബാലൻസ് ഉള്ളതാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ കാണുന്നതെല്ലാം മത്തനാണ്. പിന്നെ ഇവിടെയും അത്യാവശ്യം ഈ ഒരു സൈഡിലും കൊല വ്യാപാരമുണ്ട്. അത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അല്ലാതെ തനി മാർക്കറ്റ്, കൊലയ്ക്കായിട്ട് തനി മാർക്കറ്റ് വരുന്നുണ്ട്. പക്ഷേ അതല്ലാതെ ഇതിനകത്തുള്ള മാർക്കറ്റിൽ ഒരു സൈഡ് കൊലയ്ക്ക് ഒരു മാർക്കറ്റായിട്ട് മാറ്റുന്നുണ്ട്. അവിടെ നിന്നും കൊല എടുക്കാൻ അത്യാവശ്യം ലാഭമാണ്. അതിൽ വടശ്ശേരി മാർക്കറ്റിൽ നമ്മൾ വില പറഞ്ഞെടുക്കലല്ല, അതുണ്ട്. പക്ഷേ വില പറഞ്ഞെടുക്കുന്നതോടൊപ്പം തന്നെ ലേലമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നത് ലേലം തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ലേലം നോക്കാം. കത്തിരി ലേലമാണ് ഇവിടെ നടക്കുന്നത്. 20 ரூபா கேட்டாங்க. 20, 30, 40, 50, 60, 70, 80, 80, வெறும் 80, 100, 110, 110 തോള തൂക്കണം. ഇത് നമ്മൾ 60 രൂപ. ഇത് കൂവക്കിഴങ്ങാണ് കേട്ടോ. നമ്മുടെ അവിടെ കിട്ടുന്ന കേരളത്തിൽ ഇല്ലാത്ത ഒരു സാധനമാണ്, നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. മൃഗങ്ങളുടെ ശല്യം കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഇതിനും അവർ സ്കോപ്പ് കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് പൊങ്കലായതുകൊണ്ട് വരുന്നത് അല്ല, എല്ലാ നാളേക്കും വരും. ഇത് പൊങ്കലായതുകൊണ്ടൊന്നും അല്ല, പ്രത്യേകിച്ച് എല്ലാ ദിവസങ്ങളിലും ഇവിടെ വരുന്നുണ്ട്. എന്താ വിലയാണ്? 60 രൂപ. 60 രൂപ പോകുന്നുണ്ട് ഇതിന് 1 കിലോയ്ക്ക്. ഇത് എവിടെ ഡിമാൻഡ് എടുക്കുക? നല്ല ഡിമാൻഡാണ്. കേരളയിൽ അധികமாக ഇருக்கு. ഇത് കേരളത്തിലേക്ക് തന്നെയാണ് കേട്ടോ ഈ സാധനം ഇവിടെ നിന്ന് വരുന്നത്. ഇപ്പോൾ പൊങ്കലായതുകൊണ്ട് ഇവിടെ പ്രാദേശികമായിട്ട് ഇതിന് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. ലേലം സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മണിക്ക് ലേലം തുടങ്ങും. 2 മണിക്ക് ഇവിടെ ലേലം സ്റ്റാർട്ട് ചെയ്യും. ലേലം എല്ലാ കടയിലും ലേലം എടുക്കാം. അതെ, എല്ലാ കടയിലും ലേലം ഉണ്ട്. പക്ഷേ അല്ലാതെയും നമുക്ക് സാധനം വാങ്ങാം. ലേലം മാത്രമല്ല, ലേലം ലേലം കഴിഞ്ഞാൽ അല്ലാതെ വില പറഞ്ഞും സാധനം വാങ്ങാം. 210, 60, 230, 230 ஊர் ரொம்ப. நான் கேட்கல. 220, 60, 220, 40, 250 ஊர் ரொம்ப. 150, 160, 170. മാങ്ങയ്ക്ക് ഒരു പറയുന്ന വില കുഴപ്പമില്ല. അത്യാവശ്യം 65 രൂപയ്ക്ക് വിഷയമില്ല. കാരണം മറ്റ് അവിടെയൊക്കെ ഇത് 50 രൂപ മാങ്ങ, 50 രൂപ, 60 രൂപ വിലയുണ്ട്. പക്ഷേ അത് ഓരോ മാർക്കറ്റിലെ വ്യത്യാസങ്ങളുണ്ടാവും. ഇത് ആയിരിക്കുന്നതൊക്കെ അത്യാവശ്യം മാങ്ങ പോയി. ഇനി മാങ്ങ ഇത് മാത്രമേ ഉള്ളൂ. ഡിമാൻഡാണ് കേട്ടോ. സാധനത്തിന് നല്ല ഡിമാൻഡാണ്. നാളെ പൊങ്കലായതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുണ്ട്. 8 രൂപ ചൊരക്കയാണ് കേട്ടോ. ചൊരക്ക നമ്മളെ കഴുത്തങ്ക 8 രൂപ കഴുത്തങ്ക വില. കുഴപ്പമില്ല, നല്ല പിഞ്ച് ചൊരക്കയാണ് കേട്ടോ. പോയ വരെ എന്നാ വില പോയതെന്നാ? പോയ നാളേക്ക് 10, 12 രൂപ. പോയ ദിവസങ്ങളിൽ 10 രൂപ, 12 രൂപ ചൊരയ്ക്ക് പോയി. ഇന്നേക്ക് 8 രൂപ. പൊങ്കലായിട്ടും വില ഏറിയില്ല. ഇതേ വിലയാണ്. ഇതേ വില തന്നെ 8 രൂപ തന്നെയാണ് ചൊരയ്ക്കേക്ക്. നല്ല അടിപൊളി ചൊരയ്ക്ക കേട്ടോ. സൂപ്പർ ചൊരയ്ക്ക. എന്താ മൈസൂർ മത്തൻ എന്നാ വില തന്നെ? 25. ഇത് മൈസൂർ മത്തനാണ് കേട്ടോ. ഇത് നമ്മളെ അത്യാവശ്യം മൈസൂർ മാർക്കറ്റിൽ നിന്ന് മാത്രം വരുന്ന മത്തനാണ്. ഇവിടെയൊന്നും ഈ പ്രദേശത്തൊന്നും ഉള്ളതല്ല. ഇത് കിലോയ്ക്ക് 25 രൂപ പ്രൈസ് പോകുന്നുണ്ട്. പടവലം എന്നാ വിലയാണ്? 20 രൂപ. പടവലവും അതുപോലെ 20 രൂപ തന്നെയാണ് കേട്ടോ. കാരണം ഇത് നമ്മളെ വെട്ടിനൊക്കെ ഉപയോഗിക്കുന്ന പടവലമാണ്. അല്ലാതെ മറ്റേ സാധാ നമ്മളെ നാട് പടവലങ്ങളൊക്കെ നമ്മൾ ആദ്യം അപ്പുറത്ത് കണ്ടതിലുള്ള പടവലമല്ല. ഇത് സാധാരണ ലോക്കൽ പടവലമാണ്. ആണേ തൊണ്ട എന്നാ വില പോകുന്നത്? 90. തൊണ്ടൻമുളക് അത്യാവശ്യം തൊണ്ടന് പേര് കേട്ടൊരു മാർക്കറ്റാണ് ഈ വടശ്ശേരി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ തെക്കൻ മേഖലയിലേക്ക് നോക്കുമ്പോൾ, കേരളത്തിൽ തെക്കൻ മേഖലയിൽ നിന്നല്ല, ഏകദേശം ഒരുവിധമുള്ള മാർക്കറ്റുകളിലേക്കൊക്കെ തന്നെ ഈ തൊണ്ടൻ മുളകാണ് ഇവിടെ നിന്നാണ്, തൊണ്ടൻ വടശ്ശേരിയിൽ നിന്നാണ് വരാറ്. അപ്പോൾ ഈ അടുത്ത കാലമായിട്ട് തൊണ്ടൻമുളകിന് നല്ല ഡിമാൻഡ് ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ മുന്നേ വരികയാണെങ്കിൽ നമുക്ക് കാണാം, ഇതാ അങ്ങോട്ട് കാണുന്ന ആ ഏരിയയിലൊക്കെ ഫുള്ള് തൊണ്ടൻമുളക് ഉണ്ടായിരുന്ന വിൽക്കുന്ന ഷോപ്പുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇല്ല.
ഇന്ന് ഒരു കടയിൽ നമ്മൾ ഇതിന് മുമ്പ് ചോദിക്കുമ്പോൾ 130 രൂപ പറഞ്ഞ്, ഇപ്പോൾ ഇവിടെ 90 രൂപ പറഞ്ഞു. അത്യാവശ്യം നല്ല മുളകാണ് കേട്ടോ. നല്ല മുളക് 90 രൂപ വിലയുണ്ട്, തമിഴ്നാട് വിലയാണ്. ഈ കാണുന്നതെല്ലാം തൊണ്ടമുളകാണ്. വളരെ കുറവാണ് കേട്ടോ, തൊണ്ട വളരെ കുറവാണ്. കാരണം മറ്റേ സംഭവം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു മേഖല തന്നെ തൊണ്ടമുളകിനായിട്ടുണ്ടാവും. നമുക്ക് അപ്പുറത്തോട്ട് നെല്ലിക്ക തരുന്നുണ്ട്, അവിടെ നോക്കാം. എന്താ വില പോകുന്നുണ്ടോ നെല്ലിക്ക? നെല്ലിക്ക എന്നാ പോകുന്നത് വില? 30 രൂപ കിലോ. ഇത് എക്സ്പോർട്ടുക എന്താ വില പോകും? 50 രൂപ. ഇത് എക്സ്പോർട്ടൊക്കെ പോകുന്ന നെല്ലിക്കയാണ് കേട്ടോ. എക്സ്പോർട്ടിന് ഇവിടെ നിന്ന് വടശ്ശേരിയിൽ നിന്ന് എക്സ്പോർട്ടിങ്ങിന് സാധനം പോകും. പടവലം, അതുപോലെ നെല്ലിക്ക, കോവയ്ക്ക, ഇത്തരം സാധനങ്ങൾ, മുരിങ്ങക്ക, ഇത്തരം സാധനങ്ങൾ ഈ വടശ്ശേരി മാർക്കറ്റിൽ നിന്ന് എക്സ്പോർട്ടിങ് പോകാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് 1 കിലോ 50 രൂപയാണ് അവർ വില ചോദിക്കുന്നത്. ഇത് തിരയാതുള്ളത് ഈ തറയിലെ ഒരു മാമൻ, നമ്മൾ അവിടുത്തെ പുള്ളിക്കാരൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് 30 രൂപ അല്ലേ? ഇത് 30 രൂപ. തിരയാതെ വരുന്നത് ഇത് 30 രൂപ. ഇതിവിടെ ലോക്കൽ മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന നെല്ലിക്ക. മറ്റേത് ഹൈ ക്വാളിറ്റി ആയിട്ട് അവർ തിരഞ്ഞു മാറുന്നത്. ഇതെല്ലാം എക്സ്പോർട്ടിക്ക് പോകുക. ഇതെല്ലാം എക്സ്പോർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പാക്ക് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഫുള്ള് ഇവിടെ നെല്ലിക്ക ഇവിടെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള നെല്ലിക്കയാണ്. ഇത് ഇറക്കിയിട്ട് അവർ ഫുള്ള് തിരഞ്ഞ് 2 ക്വാളിറ്റിയാക്കി മാറ്റി, ഫസ്റ്റ് സെക്കൻഡാക്കി, സെക്കൻഡ് ഗ്രേഡ് അതുപോലെ ലോ ക്വാളിറ്റിയൊക്കെ മാർക്കറ്റിലിടും. ബാക്കിയുള്ളത് എക്സ്പോർട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതാണ്. ഇത് നമ്മളെ വെള്ളരിയാണ് കേട്ടോ. വെള്ളരി ഇത് നാട് വെള്ളരിയാണ്. ഇത് നമുക്ക് മറ്റ് മാർക്കറ്റുകൾ അഥവാ ചൊറണ്ടയിലും സത്രത്തിലൊന്നും ഈ വെള്ളരി കിട്ടാറില്ല. ഇത് വടശ്ശേരിയിൽ തന്നെയാണ് ഈ വെള്ളരി ഉള്ളത്. ഇത് നമ്മളെ കല്യാണം അതുപോലുള്ള വലിയ വലിയ ഫംഗ്ഷനുകൾക്ക് പാചകക്കാർ ഈ വെള്ളരിയെ എടുക്കുകയുള്ളൂ. കാരണം ഇത് കയ്പുണ്ടാവില്ല. സാമ്പാർ വെള്ളരി ചിലപ്പോൾ പാചകക്കാർ ഉപയോഗിച്ചാൽ അവർക്ക് കയ്പുണ്ടാവും, അതുകൊണ്ട് ആ വെള്ളരി അവർ ഉപയോഗിക്കില്ല. പക്ഷേ ഇതിൻ്റെ വില ഇന്നിപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് പൊങ്കലിൻ്റെ തൊട്ടടുത്ത ദിവസം ആയതുകൊണ്ട് തന്നെ ഏകദേശം 1100 അല്ലേ? 1300 രൂപ ഒരു മൂടയ്ക്ക്, ഒരു ചാക്കിന് 1300 രൂപ പോകുന്നുണ്ട്. പോയ ദിവസങ്ങളിൽ ഇത് 200-300 റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഒരു ചാക്കിന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വെള്ളരി. കാരണം പൊങ്കലായതുകൊണ്ട് അത്യാവശ്യം നല്ല വില മാർക്കറ്റിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് പടവലം. ഇത് പടവലം വന്നിട്ട് 20 രൂപയാണ് പടവലം റേറ്റ് പോകുന്നത്. ഇത് ചൊറണ്ടയിലും സത്രത്തിലൊക്കെ ഇത് 30 രൂപ 40 രൂപ ഈ പടവലം റേറ്റ് പോകുന്നുണ്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഈ കടയിൽ അത്യാവശ്യം വെള്ളരിയും പടവലവും ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ്. മത്തൻ എന്താ വില? 18 രൂപ. മത്തൻ 18 രൂപ കേട്ടോ. ഇതും മറ്റു മാർക്കറ്റിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വില കുറവാണ്. കാരണം 22-23 വരെ കേരളത്തിലേക്ക് സപ്ലൈ പോയ ദിവസങ്ങളിൽ മത്തൻ ചെയ്തിട്ടുണ്ട്. ഇത് പനങ്കിഴങ്ങാണ് കേട്ടോ, നമ്മളെ പൊങ്കൽ. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതായിരിക്കുന്ന ചാക്കുകളെല്ലാം ഇത് എത്രയാണ്? 50 രൂപ കിലോ. 50 രൂപയാണ് കേട്ടോ, 1 കിലോ 50 രൂപ. ഇത് കാണുന്നതെല്ലാം ഈ ഇതിൻ്റെ തന്നെയാണ് കിഴങ്ങ്. അതൊരു ഇല കടയിലാണ് കേട്ടോ, ഇല വിൽക്കുന്ന കടയിലാണ്. എങ്ങനെയാണ് ഇല കെട്ട് വില? എന്താ വില പോകുന്നത് കെട്ട്? 300 400 400 രൂപ 500 രൂപ. ഇതെല്ലാമേ 400 വില. ഒരു ഇലക്കെട്ടിക്ക് സൈസ് അനുസരിച്ച് 150 ഇല. 150 ഇലയ്ക്ക് 400 രൂപ. 400 രൂപ. രസകദളി ഇല. അപ്പോൾ നമ്മളെ നാണിപ്പൂവിൻ്റെ ഇലയാണ് ഇവർ പറയുന്നത്. 150 പീസ് ഉണ്ടാവും. അതിന് 400 രൂപയാണ് ഒരു കെട്ടിനുള്ളത്. അതിൽ ചെറുതുണ്ടാണ് വേറെ ചെറിയ കെട്ട്, ചെറുസ് ഒറ്റ കെട്ട്. അപ്പോൾ 400 രൂപയാണ് കേട്ടോ ഒരു ഇലക്കെട്ടിന്. 400 രൂപ. ഈ കാണുന്ന സൈസുകളെല്ലാം 400 രൂപ കെട്ടാണ്. നമ്മളെ കേരളത്തിലെ ഹോട്ടലുകാരൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഈ വാഴയിലയാണ്. ഫുള്ള് പടവലമാണ് കേട്ടോ. ഇരിക്കുന്ന മൊത്തം പടവലമാണ്. നമ്മളെ നാട് പടവലങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന അതേ രീതി തന്നെയാണ് ഈ പടവലം, നാട് പടവലം. ഇവിടുത്തെ ഈ വടശ്ശേരി മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇതിലുള്ള പടവലം ഇവിടെ വരും. ഇവിടെ നിന്ന് എക്സ്പോർട്ടിങ്ങിനടക്കം ഈ പടവലം കയറ്റി പോകാറുണ്ട്. തള്ളിയില്ല മാറിയില്ല 150 രൂപ. 170 190 രൂപ. 190 രൂപ. 200 രൂപ. 200 രൂപ. 200 150. போடுவோம். 160 170 170 200 ரூபா. 210 கழிங்க. 220
30, 40, 240, 209. ഇതാണ് ഇവിടുത്തെ കൊല മാർക്കറ്റ് കേട്ടോ. ഇതിനകത്തുള്ള ഈ പച്ചക്കറി മാർക്കറ്റിൽ ചേർന്നിട്ടുള്ള കൊല മാർക്കറ്റാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ലേലം നടന്നു. ഇവിടെ ഒരു കൊലയ്ക്ക് 200 രൂപ, 170, 190, 200 പോയതായി കാണുന്ന കൊലകളാണ്. ഇവിടെയും അത്യാവശ്യം എല്ലാ കൊലകളും ഉണ്ട്. ഏത്തനുണ്ടാവും, അതുപോലെ രസകദളി, നാണിപ്പൂ തന്നെയാണ് ഇവിടെ രസകദളി എന്ന് പറയുന്നത്. പിന്നെ റോബസ്റ്റ്, എല്ലാം അത്യാവശ്യം എല്ലാ സൈസുകളും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വടശ്ശേരി മാർക്കറ്റിലെ അഥവാ അപ്ത മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇവിടേക്ക് സാധനം എടുക്കാൻ വരുന്നവർ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് അഥവാ കേരളത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾ കന്യാകുമാരി ഭാഗത്തേക്ക് വരുമ്പോൾ വലത് സൈഡിലാണ് നമ്മുടെ ഈ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് വരുന്നതെങ്കിൽ 2 മണിക്ക് മുന്നേ തന്നെ ഏകദേശം വരിക. വന്ന സാധനങ്ങളൊക്കെ നോക്കി വെച്ചാൽ 2 മണിയോടുകൂടി 2-2:30 ഏകദേശം ഇവിടെ ലേലം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ലേലം വിളിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ അല്ലെങ്കിൽ വില പറഞ്ഞും ഈ സാധനം വാങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റു വിശേഷങ്ങളും മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.